ഞാൻ ഇന്നലെ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാണ്. ഞാൻ ഇവിടെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്യൂട്ടി സ്ഥലം കൂടി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കാണുന്ന റൂട്ടിലൂടെ ഞാൻ പോകുന്നത്. മുമ്പ് തന്നെ ഒരു ബാറുണ്ട്, ആ കാണുന്നതാണ് ബാറ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത വശത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ബാറിൽ അങ്ങനെ നാട്ടിലത്തെ പോലെ വലിയ തിരക്കുകൾ കാണാറില്ല. പിന്നെ അതേപോലെ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തും കൂടി രാത്രി 11 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തിരിച്ച് ഇതേ വഴിയിലൂടെ പോകുന്ന സമയത്ത് ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഒരു ദിവസത്തെ ഇൻസിഡൻ്റാണ് ഞാൻ പറയുന്നത്. കയ്യിൽ കുപ്പിയും പിന്നെ ഒരു 5-6 പേരും ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളെ വിളിച്ചു, ഏയ് ബാറല്ലേ എന്നൊക്കെ വിളിച്ചു. അപ്പോൾ ഞങ്ങളെന്ത് ചെയ്ത് ജീവനം കൊണ്ട് ഒറ്റ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ രാത്രി സമയത്ത് ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഒറ്റക്ക് പെട്ട് കഴിഞ്ഞാൽ പെട്ട്, ആരെന്തെങ്കിലും ചെയ്താൽ ചെയ്ത്. അപ്പോൾ ഇതും കൂടിയും കഴിഞ്ഞ് നമ്മളിപ്പോൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വിജനമായൊരു സ്ഥലമാണ്, അടിപൊളി സ്ഥലമൊക്കെയാണ്, പക്ഷെങ്കിലും സേഫ്റ്റി വളരെ കുറവാണ്. അപ്പോൾ ഈ കാണുന്ന ഹോട്ടലുണ്ടല്ലോ, അവിടെ ഞാൻ പോകുന്നത്. അപ്പോൾ ഇതിലൂടെ നടന്നിട്ട് മെയിൻ ഇത് ഹൈവേയിലേക്ക് എത്തണം. ഹൈവേയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഈ കാണുന്ന ഇതിൻ്റെ ഭൂമിയൊക്കെ ഉണ്ട്, ഇതൊക്കെ കൃഷിഭൂമിയാണ്. പിന്നെ ഈ ഇവിടെ കാണുന്നില്ല ചക്കമരം, ഈ പ്ലാവിൽ എത്രയാ ചക്ക. ഇവിടെ ഇങ്ങനെ നമ്മുടെ നാട് പോലെ തന്നെ ചക്കയും മാങ്ങയും ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ബാംഗ്ലൂരായിട്ട് കൊണ്ടുവരും. ഒരു ചുളക്ക് 10 രൂപ 20 രൂപയ്ക്ക് നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസ ഉണ്ടാക്കുക. പിന്നെ ഈ പ്ലാവിൻ്റെ തൊട്ട പിന്നിൽ നോക്കിക്കോളെ ഒരു ശവകുടീരം കാണുന്നുണ്ട്. എന്നുവെച്ചാൽ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഒരു കുടുംബക്കാരായിരിക്കും മരണപ്പെട്ടിട്ട് അവിടെ കുഴിച്ചിട്ടതാവാം. ഈ കാണുന്നതാണ് പുതിയൊരു സ്ഥാപനം വരാൻ പോകുന്നത്. ഇതൊരു ബാർ ആൻഡ് ഹോട്ടലായിരിക്കും വരാൻ പോകുന്നത്. ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് ഹോട്ടൽ അങ്ങനെ ഒരു സെറ്റപ്പിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി ബൂമാവും. കാരണം എന്ന് വെച്ചാൽ ഇത് ഗ്രാമപ്രദേശമാണ് ഒന്നാമത്. പിന്നെ ഹൈവേയുടെ അടുത്താണ്. ആയതുകൊണ്ട് തന്നെ 5 വർഷത്തിന് ശേഷം ഈ ഒരു സ്ഥലമൊക്കെ എല്ലാവർക്കും പരിചിതമാകും. കാരണം അതേപോലത്തെ സെറ്റാണിത്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഈ റെസ്റ്റോറൻറ്റാണ്, ഇവിടെയാണ് ഞാൻ പോകുന്നത്. ഇതിപ്പം തുടങ്ങിയിട്ട് ഇപ്പോൾ 2.5 മാസമായിട്ടേ ഉള്ളൂ. നല്ല തിരക്കുണ്ട്, അടിപൊളി തിരക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടെ നല്ല ഫുഡ് കൊടുക്കുന്നു. ആ നല്ല ഫുഡ് കഴിക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. ഇത് വേറൊരു പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഇവിടെ കോമ്പറ്റീഷൻ വല്ലാതില്ല. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ അടുത്തൊന്നും ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് നല്ല തിരക്കുണ്ട്, നല്ല ബിസിനസ്സുണ്ട്, നല്ല കച്ചവടമുണ്ട്, നല്ല പൈസയുണ്ട്. അപ്പോൾ ഇതിലൂടെ അങ്ങ് പോകാൻ പറ്റും. ഞാനങ്ങനെ പോകുന്നില്ല എന്നറിയില്ല. അവിടെ കിളച്ച് വെച്ചിട്ടിരിക്കുക. അപ്പം മെയിൻ റോഡിലെത്തി, ഹൈവേ ആണ് ഇത്. ഇവിടെ തൊട്ടടുത്ത് വലിയൊരു കോളേജ് ഉണ്ട്, അവിടുത്തെ കസ്റ്റമറും വരും. പിന്നെ ഈ ബോർഡ് കാണുന്നില്ല, ഈ വലിയ ബോർഡ്, ഈ ബോർഡിൻ്റെ കഥ പറയുന്നവരാണ് ഭയങ്കര ബിറ്റ്. ഇവിടെ 60% കന്നഡയിലും ബാക്കി 40% ഇംഗ്ലീഷുള്ളത്. എനിക്ക് തോന്നുന്നു ഇവർ 70% ഇംഗ്ലീഷിൽ വെച്ചെന്ന് തോന്നുന്നു. അതിന് ചെറിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. കന്നഡയിൽ എഴുതണം എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നെക്സ്റ്റ് അവർ എന്താ ചെയ്തോളും. കന്നഡക്കാർ കന്നഡ ഭാഷ അറിയില്ലെങ്കിൽ അതും പ്രശ്നം, പേര് വെച്ചിട്ടില്ലെങ്കിൽ അതും പ്രശ്നം. എന്തിനീ തൊള്ളേ കാണുന്നില്ല കുറേ. ഇത് ഡ്രെയിനേജ് സിസ്റ്റമാണ് ഇവിടുത്തെ. ഡെയിലി ഹോട്ടലിൽ നിന്നുള്ള വേസ്റ്റേജ് ഈ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ഇതാവും. നാച്ചുറൽ ഡ്രെയിനേജ് സിസ്റ്റം ഇല്ല, എന്തായാലും ഇത് ബെസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ ഇതാണ് നമ്മളെ ഹോട്ടൽ. അടുത്ത വശത്ത് കിടന്ന ചെറിയൊരു ഷോപ്പാണ്, ചോക്ലേറ്റ് പിന്നെ അതേപോലെ തന്നെ കുറേ കാര്യങ്ങളുള്ള ഒരു ഇതാണ്, ഡ്രൈ ഫ്രൂട്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആവാസ സ്ഥലം ഇവിടെയാണ്, ഞാനിവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഷട്ടർ തുറന്നു. ഇനി അടുത്ത ഷട്ടർ ഞാൻ തുറക്കും. പെട്ടെന്ന് ഞാൻ നോക്കാനില്ല. ഇനി ഒന്ന് ചെറിയൊരു സെറ്റപ്പ് ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കും. ഈ മുമ്പിൽ കാണുന്ന ചായ, ജ്യൂസ് പിന്നെ സാൻഡ്വിച്ചൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ ഓപ്പോസിറ്റിലുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഉള്ളത് എന്താ പറയുക, നല്ല ജ്യൂസ് മാസ്റ്റർ ഉണ്ട്, മിസ്റ്റർ ജോൺ. പിന്നെ അതേപോലെ തന്നെ ഇതാണ് റിസപ്ഷൻ ഏരിയ. പിന്നെ അതേപോലെ തന്നെ നല്ല സിറ്റിംഗ് ഏരിയ. 170 പേർക്ക് ഇരിക്കാം മുകളിലൊക്കെ ആയിട്ട്. നല്ല ആംബിയൻസ് ആണ്, അടിപൊളിയാണ്. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന നേരം സെറ്റാണ്. AC ഉണ്ട്, ഫാനുണ്ട്, തുറന്ന കാഴ്ച കണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കാം. അപ്പോഴും സോഫയെല്ലാം അടിപൊളിയാണ്, നല്ല അടിപൊളി വൃത്തിയുള്ളതുകൊണ്ട് ഇതാക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇരിക്കുന്ന സ്ഥലം, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം, ഓൾ ഇൻ വൺ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഒരാൾ മതി ഇവിടെ. ഓക്കെ.